ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേതും ഒരു ഹോസ്പിറ്റൽ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കാലിൻ്റെ വേദന നന്നായിട്ട് കൂടി വരുന്ന ഒരു ടൈം കൂടെ ആയിരുന്നു. ആ സമയത്ത് തന്നെ ഞാൻ 2 മാസം വെക്കേഷനിൽ ലീവ് എടുത്തത് തന്നെയും എൻ്റെ കാലിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് കാലിന് വേദനയും കൂടി വന്നത് കേട്ടോ. അതായത് ഒരു ജനുവരി ഫെബ്രുവരി ഒക്കെ ആയ സമയത്തിന് കാലിന് വേദന നന്നായിട്ട് വന്നുകൊണ്ടേയിരുന്നു. അതിന് മുന്നേ വരെയും ചേട്ടന് കാലിൽ തേക്കുന്ന മരുന്നൊക്കെ തന്നെയാണ് ഞാനും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് അതും അങ്ങ് നിർത്തി വെച്ചു കേട്ടോ. കാരണം കാല് തടകണ്ട എന്നുള്ള തീരുമാനത്തിലായിരുന്നു ആ ഒരു മരുന്നും തേക്കാതെ മാറ്റി വെച്ചിരുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ കാലിന് നല്ല വേദനയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഹോസ്പിറ്റലിൽ കാണിക്കാം, ലീവ് എടുക്കാമെന്നൊക്കെ കരുതി. അപ്പോൾ ഇത് മെയ് പകുതിയായി സമയത്തായിരുന്നു കേട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന് വിചാരിച്ചത്. കാരണം ആ ഒരു ടൈമിൽ മാത്രമേ എനിക്ക് കിട്ടുകയുള്ളൂ. ബാക്കി ഏപ്രിൽ മൊത്തം ഓരോരോ തിരക്കുകളായിരുന്നു. മെയ്യിലും കുറച്ച് തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മെയ് പകുതി ആകുമ്പോഴത്തേക്കും പിന്നെ 2-3 ആഴ്ചയെ കൂടെ അല്ലേ ഉള്ളൂ സ്കൂളിൽ പോകാനായിട്ട്. ആ ഒരു ടൈമിൽ പോയിട്ട് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും ചേട്ടനും എബിയ ഉണ്ട് കേട്ടോ. എബിയ ഈ സമയത്തൊക്കെ എബിയും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എബിയെ ഞാൻ വീഡിയോസിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ടായിരിക്കും ചിലർക്ക് മനസ്സിലായില്ല. ചിലപ്പോൾ അവൻ മുമ്പത്തെ 2-3 വീഡിയോസിലൊക്കെ അവൻ വീട്ടിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് എബിയും കൂടെ ഉള്ള ഒരു ടൈമിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ട്രെയിനിങ്ങിനൊക്കെ സ്കൂളിൽ നിന്ന് പോകണമായിരുന്നു. ആ ഒരു ടൈമിലാണ് എബി വീട്ടിലോട്ട് പോയത്. അപ്പോൾ അതുവരെയും അവനും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ വീഡിയോസിലൊന്നും ഞാൻ അവനെ എടുത്തിട്ടില്ല. അതുകൊണ്ട് അവനെയും കാണാൻ പറ്റില്ല. ഫുള്ള് ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ കേട്ടോ വീഡിയോസിൽ ഫുള്ളായിട്ടും. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. പിന്നെ ചായ കുടിയാണ്. അതാണല്ലോ നമ്മുടെ എല്ലാവരുടെയും പതിവ്. അങ്ങനെ തന്നെയായിരുന്നു. കഞ്ഞിയൊക്കെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് സമയമല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. നമ്മുടെ ആയുർവേദ ആശുപത്രിയിൽ വലിയ തിരക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയിട്ട് വരാമല്ലോ. അതുകൊണ്ട് വന്നിട്ട് ബാക്കി ജോലികളെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ ഹോസ്പിറ്റലിലോട്ട് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ചായയൊക്കെ ഇട്ട് കുടിച്ചതിന് ശേഷം പിന്നെ ഞാൻ അപ്പം ഉണ്ടാക്കാനാണെന്നത് ഞാൻ തലേദിവസം തന്നെ അരച്ച് വെച്ചതായിരുന്നു. ഞാൻ മുമ്പത്തെ വ്ളോഗിൽ കണ്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം തന്നെയൊക്കെ ഞാൻ മാവ് അരച്ച് വയ്ക്കുന്നൊരു വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ അത് ഷൂട്ട് ചെയ്തതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ ഈ ഒരു വ്ളോഗും ഷൂട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം മനസ്സിലാകും. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതും ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് കഴിക്കുന്നതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഏത് വീഡിയോസാണെന്ന് മനസ്സിലാകും. അപ്പോൾ രാവിലെ തന്നെ ഞാൻ അപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പം നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അത് നന്നായിട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഈ നോൺ സ്റ്റിക്കിൻ്റെ തവ തന്നെ ഒരു തവണ നമുക്ക് കൈകൊണ്ട് ചൂടിൻ്റെ പ്രശ്നമൊന്നുമില്ലാതെ നമുക്ക് എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ചൂടായിരിക്കും കേട്ടോ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാന്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിത് കറക്കി എടുക്കാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയത് അപ്പവും മുട്ടക്കറിയായിരുന്നു കേട്ടോ. ഇത് ഒരു സംഭവം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഈ മുട്ടക്കറി കുറേ നാളായി ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ശരിയാവും, ഇടയ്ക്കൊക്കെ ഫ്ലോപ്പായിപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ഫുഡ്. പക്ഷേ ഇന്നത്തെ മുട്ടക്കറിയും അപ്പമൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. ചേട്ടനും എബിയൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു പറഞ്ഞായിരുന്നു. തൊട്ടടുത്തും അതുപോലെ തന്നെ ഗ്യാസ് ഓണായി കിടക്കുന്നുണ്ടോ. വെറും പാത്രം വെച്ചിരിക്കുന്നതല്ല കേട്ടോ, അത് ദോശത്തവ വെച്ചിരിക്കുന്നതാണ്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ദോശത്തവയിലും അപ്പം ഉണ്ടാക്കാറുണ്ട്, അപ്പച്ചട്ടിയിലും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടിലും ഞാൻ മാറി ഉണ്ടാക്കാറുണ്ടെങ്കിലേ പെട്ടെന്ന് തീരത്തുള്ളൂ. രണ്ടും ടേസ്റ്റ് വൈസ് ഒന്നാണ്. പക്ഷേ അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുന്ന അപ്പം ടേസ്റ്റ്, എന്നാലും ദോശത്തവയിൽ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. ദോശത്തവയിൽ ഉണ്ടാക്കുമ്പോഴും അതേ സെയിം ആണ് കേട്ടോ. നടുഭാഗത്ത് വന്നിട്ട് നല്ല കട്ടിയിലുണ്ടാക്കും, സൈഡൊക്കെ നന്നായിട്ട് പരത്തി തന്നെ എടുക്കും കേട്ടോ. അപ്പോൾ അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ പെട്ടെന്ന് തീരുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഇടയ്ക്കിടയ്ക്കൊക്കെ സൂത്രപ്പണികളാണ്. പക്ഷേ വീട്ടിലേക്ക് കയറിയ സമയത്ത് അങ്ങനെയൊന്നും അല്ല കേട്ടോ. അമ്മ എപ്പോഴും അപ്പച്ചട്ടിയിൽ അപ്പം ഉണ്ടാക്കുന്നെങ്കിൽ അത് തന്നെയായിരിക്കും. ദോശ തവയിലാണെങ്കിൽ ദോശ മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. അങ്ങനെയാണ്. ഇവിടെ വന്നപ്പോൾ ഞാൻ പിന്നെ എൻ്റെ എളുപ്പപ്പണിക്ക് വേണ്ടി ഇങ്ങനെ പല തട്ടിക്കൂട്ടി ജോലികളൊക്കെ ഞാൻ അങ്ങ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഇത് അടുത്ത് മുട്ട പൊരിക്കാനാണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ മുട്ട പൊരിക്കാനായിട്ടാണ്. അതിൽ തന്നെ നമ്മളെപ്പോഴും മുട്ട പൊരിക്കുന്ന എല്ലാവരും തന്നെയാണ് കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മൾ പിന്നീട് ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് കിട്ടത്തുള്ളൂ.
ഇപ്പോൾ നമ്മൾ മുട്ട ഇതിൽ പൊരിച്ചിട്ട് കഴുകത്തില്ല, അങ്ങനെ തന്നെ വെച്ചിരിക്കും. രണ്ടാമത് ദോശ ഉണ്ടാക്കുന്ന സമയത്തായിരിക്കും ഞാൻ നന്നായിട്ട് കഴുകിയെടുക്കുന്നത് കേട്ടോ. കാരണം ഇപ്പോഴേ കഴുകി വെച്ചാൽ പിന്നെ അതിന് എണ്ണ മയമൊക്കെ വന്ന് പോകും. നമ്മൾ പിന്നെ എപ്പോഴാണ് അടുത്ത് ഉണ്ടാക്കുന്നതെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് പിന്നെ എണ്ണമയം പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പരുവമൊക്കെ മാറിപ്പോവും. അതുകൊണ്ട് ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതതുപോലെ അങ്ങ് വെച്ചിട്ട് നമ്മൾ അടുത്തിനി ഉണ്ടാക്കുന്ന സമയത്തായിരിക്കും ഇതൊന്ന് കഴുകിയിട്ട് വെറുതെ വെള്ളത്തിലൊന്നും നന്നായിട്ട് കഴുകിയെടുക്കും. ചില സമയത്ത് സ്ക്രബ്ബർ മറ്റേ സ്റ്റീലിൻ്റെ അല്ല, സാധാരണ സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കും. അത് അപ്പോഴത്തെ ഒരു സൗകര്യം പോലെ എന്താ ചെയ്യും. പക്ഷേ കഴുകിയെടുക്കുക എന്തായാലും അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ ആദ്യത്തെ മുട്ട വെച്ച സമയത്ത് ശരിയായില്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് ആ തവയിൽ ചട്ടുകത്തിൽ വരുമെന്നുള്ളൊരു ഇതിൽ ഞാൻ പെട്ടെന്ന് എടുത്ത് മറിച്ചതായിരുന്നു കേട്ടോ. പക്ഷെ അത് ശരിയായി വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് ബാക്കി വീട്ടിലത്തെ ജോലിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് പോയിട്ട് വരാമല്ലോ. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് 9:30 തന്നെ ഇറങ്ങണമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം 9:30 ഇറങ്ങിയാലേ പെട്ടെന്ന് അവിടെയൊക്കെ പോയിട്ട് വരാനായിട്ട് പറ്റുള്ളൂ. അത് പിന്നീട് വന്നിട്ട് വേണം ബാക്കിയൊക്കെ ജോലിയൊക്കെ ചെയ്ത് തീർക്കാനായിട്ട്. എന്തായാലും വേറൊരു പ്രിപ്പറേഷനൊന്നും ഇല്ലാതെ തന്നെ ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും ചേട്ടനും മാത്രമാണ് പോയത്. പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട അത്യാവശ്യമായതുകൊണ്ട് തന്നെ ചേട്ടനൊന്നൊരു ദിവസത്തേക്ക് വീട്ടിൽ തന്നെ നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് മുട്ട പൊരിച്ചത് എബിക്കുട്ടനാണ് കേട്ടോ. അവൻ ഇങ്ങനെ മുട്ട പുഴുങ്ങിയതൊന്നും അവൻ തിന്നാറില്ല, അവന് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് അവന് മുട്ട പൊരിച്ചാണ് കൊടുക്കുന്നത്. അഥവാ മുട്ട പുഴുങ്ങിയത് കൊടുത്താലും അതിൻ്റെ വെള്ള മാത്രമേ കഴിക്കുകയുള്ളൂ കേട്ടോ, അവൻ മഞ്ഞ കഴിക്കാറില്ല. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ പെട്ടെന്ന് കഴിച്ചിട്ട് ഞാനും ചേട്ടനും കൂടെ ഹോസ്പിറ്റലിലോട്ട് പോയി. ആ സമയത്ത് ചേച്ചി ഒരു മാങ്ങ അരിഞ്ഞ് തന്നായിരുന്നു കേട്ടോ. അതും കഴിച്ചിട്ടാണ് പോയത്. ഇപ്പോൾ മാങ്ങ സീസണൊക്കെ തുടങ്ങിയല്ലോ. അങ്ങനെ ഒരു മാങ്ങയൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിലോട്ട് പോയത്. അപ്പോൾ നമ്മുടെ വീട്ടിന് ഒരു 5 മിനിറ്റേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് ഒരു 5 മിനിറ്റത്തെ ദൂരേ ഉള്ളൂ ഹോസ്പിറ്റൽ വരെ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി കേട്ടോ. എനിക്കിതുപോലെയൊക്കെ എവിടെയും പോണ സമയത്ത് എന്തോ എനിക്ക് ചേട്ടനും കൂടെ ഉണ്ടായിരുന്നാലേ ഒരു സമാധാനമേ ഉള്ളൂ. ഞാനും ഒറ്റയ്ക്കും പോകാറുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. പക്ഷേ എനിക്ക് എന്തോ ചേട്ടനും കൂടെ വേണം. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലിലും ദൂരെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. പിന്നെ ചേട്ടൻ അത്യാവശ്യം ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഞാൻ തന്നെ പോകും കേട്ടോ. ഞാൻ അവിടെയാണ് കാണിക്കുന്നത്, അവിടെയാണ് ഡോക്ടർ ഇരിക്കുന്ന ആ റൂമിലാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന സമയത്തേക്കും പുറത്തുനിന്ന് മറ്റേ കാലിൽ കെട്ടാനായിട്ട് എൻ്റെ തുണിയുണ്ട്, തുണിയും പഞ്ഞിയും ഒക്കെ വാങ്ങിച്ചിട്ട് വരാനായിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പോയ സമയത്ത് ഞാൻ ലെഗിൻസാണ് ഇട്ടുന്നത് കേട്ടോ. അപ്പോൾ കാലിൽ കെട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും വീട്ടിലോട്ട് വന്നിട്ട് നല്ല ലൂസുള്ള ഒരു പാൻറ്റ് ഇട്ടിട്ടാണ് പോയത്. അപ്പോൾ 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കാരണം ഞാൻ മുമ്പ് പോയ സമയത്തെ പറഞ്ഞു വേദന ഉണ്ടെങ്കിൽ കെട്ടി വെക്കുമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ലെഗിൻസ് ഇട്ടിട്ടാണ് പോയത്. പിന്നെ പെട്ടെന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു വീട്ടിലടുത്താണ്, വീട്ടിൽ പോയിട്ട് ലൂസുള്ള പാൻറ്റ് ഇട്ടിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിലോട്ട് പോയി നല്ല ലൂസുള്ള പാൻറ്റൊക്കെ ഇട്ടു. പിന്നീട് നേരെ ഡോക്ടറിൻ്റെ അടുത്തോട്ട് പോയി. ഡോക്ടർ തന്നെയാണ് നല്ലതുപോലെ കാല് കെട്ടി ഇറുക്കി വെച്ച് തന്നെ തന്നു കേട്ടോ. എനിക്ക് അത്രയ്ക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നേരെ എനിക്ക് കുറച്ച് ജലദോഷത്തിൻ്റെ ഗുളിയൊക്കെ വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ആ ചേട്ടന് ഒരു കുപ്പി വെള്ളം വാങ്ങി കേട്ടോ. അത് പകുതി കുടിച്ച് പകുതി എനിക്ക് തന്നപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചോക്ലേറ്റിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് അത് എബിക്ക് വേണ്ടി മാറ്റി വെച്ചു. പിന്നെ അതായത് ചേട്ടൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ചേട്ടൻ്റെ ജോലി ചെയ്ത സമയത്ത് ചേട്ടൻ്റെ മൂക്കൊന്ന് ചെറുതായിട്ട് മുറിഞ്ഞായിരുന്നു, അത് കാണിച്ചായിരുന്നു കേട്ടോ. ചേട്ടൻ്റെ കുഞ്ഞുനാൾ തൊട്ടേ ഉള്ള ഡിയറസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ബീനയുടെ കടയിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ അത് അവിടെ തൊട്ടടുത്ത് തന്നെ സുമോദേൻ്റെ അമ്മ ഇരിപ്പുണ്ട്. എന്നാലും ഞാൻ തന്നെ പതുക്കെ ആൻറ്റി അവിടെ ഇരുന്നോന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ കയറി സാധനങ്ങളൊക്കെ എടുത്തിട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയാണ്. ബീനയൊക്കെ ഉള്ള സമയത്തായിരുന്നാലും നമ്മൾ 3 പേരൊക്കെ ഇരിക്കുമ്പോൾ ഞാനും അശ്വിനിയും സ്നേഹയും ബീനയൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ചൊക്കെ തന്നെ സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ നമുക്കും അതൊക്കെ ഒരു ഇഷ്ടമുള്ളൊരു കാര്യമാണ്, നമ്മളങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നതും. പിന്നെ ഇത് നമ്മുടെ വീട്ടിലോട്ട് കയറിപ്പോകുന്ന വഴിയിലാണ് കേട്ടോ. ഒരു തയ്യൽ കടയാണ്. അതിൻ്റെ അടുത്തോട്ട് ചേർന്ന് തന്നെ മറ്റേ നറുതണ്ടി സർബത്തുണ്ടല്ലോ, അത് വെക്കുന്നൊരു കടയുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരുടെ ഒരെണ്ണം വാങ്ങി അവിടെ വെച്ച് തന്നെ കുടിച്ചായിരുന്നു. ഒരെണ്ണം എബിക്ക് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങ് എൻ്റെ ഒരു കുപ്പിയിൽ തന്നെ ഇങ്ങ് കൊണ്ടുവന്നായിരുന്നു കേട്ടോ. പിന്നെ ഇനി കാലനക്കരുത് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ബാക്കി പാചകമൊക്കെ ചേട്ടൻ തന്നെയായിരുന്നു. ഞാൻ ചേട്ടൻ്റെ അടുത്ത് നിന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെ ഞാനും ഇരിപ്പുണ്ടായിരുന്നു. കാലിങ്ങനെ കെട്ടി വെച്ച് വിടും. നല്ല എണ്ണയിൽ മുങ്ങിയാണ് കിടന്നത്. പക്ഷെ ഇപ്പം ഞാൻ പാൻറ്റ് ഇട്ടുന്നതുകൊണ്ട് തന്നെ എണ്ണ അത് ഫുള്ള് പാൻറ്റിലൊക്കെ ആയി. അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഇത്രയും കാല് നല്ല ടൈറ്റാക്കി കെട്ടിയത് കൊണ്ട് തന്നെ കാലൊരുപാട് നേരം ഇങ്ങനെ ഇട്ടിരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നീരിറങ്ങും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയി കിടക്കണം. ഇത് തലേ ദിവസം വെച്ചതായിരുന്നു കേട്ടോ. കപ്പ
കപ്പ ബിരിയാണി പോലെ വെച്ചതായിരുന്നു. മറ്റേ ബീഫിൻ്റെ ലിവറും കപ്പയും കൂടി ഇട്ടിട്ട് ഇളക്കി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് കപ്പ ബിരിയാണി പോലെ കഴിച്ചതായിരുന്നു. അപ്പോൾ അതാ ചേട്ടൻ്റെ ജോലിയാണ് കേട്ടോ. ചേട്ടൻ പെട്ടെന്ന് ജോലി ചെയ്യും കേട്ടോ. ഞാൻ ഇന്ന് ജോലി ചെയ്യുന്ന സമയത്താണ് ഇച്ചിരി താമസമൊക്കെ ഉള്ളത്. പക്ഷേ ചേട്ടൻ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഓരോരോ ജോലിയൊക്കെ ചെയ്ത് തീർക്കും. പക്ഷേ എനിക്ക് ആ ഒരു സ്പീഡും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ എനിക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ ഒരുപാട് കറിയൊന്നും വെക്കണ്ടെന്ന് പറഞ്ഞു. മീനും തൈരും മാത്രം മതി എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ മീനാണ് ചേട്ടൻ വെച്ചത്. ചേട്ടൻ വെക്കുന്ന മീൻ കറി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് മരുന്നും കുടിച്ചിട്ട് ഞാനൊരു ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം പിന്നീട് ആ ചായയൊക്കെ കുടിച്ചിട്ടു. അപ്പോൾ ചായ നമ്മൾ ടൂറിന് പോയ സമയത്ത് വാങ്ങിയൊരു സ്നാക്സ് ആയിരുന്നു കേട്ടോ. അതും കഴിച്ചു. പിന്നെ രാത്രിയിൽ പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗും വിശേഷമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ബൈ.